ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു DIY എവറിത്തിങ് ഹോം മെയ്ഡ്. അപ്പോൾ നമ്മൾ ഒത്തിരി നാളായി വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിട്ട്, അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ഇനി വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ മാക്സിമം നോക്കും. അപ്പോൾ ഇന്നിപ്പോൾ തുടക്കമായതുകൊണ്ട് ഒരു സിമ്പിൾ വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. ഒരു പഴയ ഹെയർ ബാൻഡ് യൂസ് ചെയ്ത് നമുക്കൊരു അടിപൊളി ഹെയർ ബാൻഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഞാനൊരു പഴയ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേണ്ടത് ഒരു ടേപ്പാണ്. ടേപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സാറ്റിൻ റിബൺ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനൊരു സിൽവർ ടേപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു സാറ്റിൻ റിബൺ തന്നെ വേണം. പിന്നെ നമുക്ക് കുറച്ച് ബീഡ്സ് ആണ് വേണ്ടത്. അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ബീഡ്സ് എടുക്കാവുന്നതാണ്. റൗണ്ട് ഷേപ്ഡ് ആയിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ഞാനിവിടെ ഹെയർ ബാൻഡിന് ഫുള്ളായിട്ട് ജസ്റ്റ് ഈ ടേപ്പ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് സാറ്റിൻ റിബൺ ചുറ്റി കൊടുക്കുന്ന പോലെ ടേപ്പ് വെച്ച് അതിന് ജസ്റ്റ് ഒരു പശുള്ളതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തത്. ഇനി നമുക്കിതാ ഒരു നൂലെടുക്കാം. അതിലേക്ക് ജസ്റ്റ് മാലയൊക്കെ കോർക്കുന്ന പോലെ ബീഡ്സ് ജസ്റ്റ് അതിനകത്ത് കോർത്തെടുക്കാം. എവിടം വരെയാണോ ബീഡ്സ് ഹെയർ ബാൻഡിൽ വരേണ്ടത് അത്രയും വരെ ബീഡ്സിനെ കോർത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ എനിക്ക് രണ്ട് സൈഡിലും കുറച്ച് സ്പേസ് കിട്ടി ഇത്രയും രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അത്രയുമാണ് കോർത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് ആവശ്യമായിട്ടുള്ള അത്രയും റിബൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ക്ലോത്ത് ഒട്ടിക്കുന്ന ഫെവി ആക്രിലിക് ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഹോട്ട് ഗ്ലൂ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് അത് യൂസ് ചെയ്തത്. സാറ്റിൻ റിബൺ ആയതുകൊണ്ട് അത് ക്ലോത്ത് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ നമ്മുടെ ബീഡ്സ് വരാത്ത പോർഷൻ ഈ സിൽവർ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു പോർഷൻ കവർ ചെയ്യാനായിട്ട് നമ്മൾ ഈ സാറ്റിൻ റിബൺ വെച്ചൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു പകുതിയോളം ചെയ്തേണ്ടതാ ഈ ഒരു പോർഷൻ തൊട്ടാണ് നമ്മൾ ബീഡ്സ് വയ്ക്കുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ തൊട്ട് നമുക്ക് ഈ ത്രെഡിനെ ഒന്ന് ഈ ഹെയർ ബാൻഡായിട്ടൊന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതിന്. ബാക്കി എക്സസ് നൂല് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ആ കെട്ടിയതിൻ്റെ മുകളിലൂടെ ഈ റിബൺ വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കാം. നമുക്ക് എവിടെ തൊട്ടാണോ ബീഡ്സ് വരേണ്ടത് അവിടം വരെ. അപ്പോൾ നമ്മുടെ ബീഡ്സ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടം വരെ ഞാൻ റിബൺ വെച്ച് റോൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മെയിനായിട്ടുള്ള കാര്യം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ഹെയർ ബാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കും. അപ്പോൾ നമ്മുടെ ഇപ്പർ സൈഡിൽ നിന്ന് ബീഡ്സ് എല്ലാം ചാടിപ്പോവും. അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ബീഡ്സിനെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഒന്ന് ജസ്റ്റ് അതിനൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പം ഞാൻ ആ സൈഡിലും ഒരു നോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. അതവിടെ നോട്ടിട്ട് കൊടുത്തു. ഇനി ചെയ്യാൻ പോകുന്നതാണ് മെയിനായിട്ടുള്ള സ്റ്റെപ്പ്. സോ നമ്മളിനി ബീഡ്സ് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ റിബണെ കയറ്റും. അതാണ് നമ്മുടെ ചെയ്യാൻ പോകുന്ന കാര്യം. അങ്ങനെ ചെയ്തു. ഇനി അടുത്ത ബീഡിനെ ടൈറ്റായിട്ട് അതിൻ്റെ നെക്സ്റ്റ് തന്നെ വയ്ക്കുക. അതേപോലെ പിന്നെയും റിബണിനെ അതിൻ്റെ ഇടയിലൂടെ റോൾ ചെയ്യുക. ഇത് തന്നെ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ തവണ ചെയ്യുമ്പോഴും റിബണിനെ നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു ലുക്ക് ആ ഹെയർ ബാൻഡിന് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പ്രോസസ്സ് അങ്ങറ്റം വരെ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്ത് നമ്മുടെ ലാസ്റ്റ് ബീഡിൻ്റെ ഇടയിലൂടെ കയറ്റാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണാം
ഒരു പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അത് ടൈറ്റ് ചെയ്യും തോറും അതിൻ്റെ ഇടയിൽ നമ്മൾ അടിയിൽ കൊടുത്തിരിക്കുന്ന ആ സിൽവർ കളർ കാണുകയും ചെയ്യും. അത് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സിൽവർ ടേപ്പിന് പകരം റിബൺ യൂസ് ചെയ്യാവുന്നു. അപ്പോൾ അത് രണ്ട് കോൺട്രാസ്റ്റിംഗ് കളറായിട്ട് വരും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ലുക്ക്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഈ നേരത്തെ ചെയ്ത പ്രോസസ്സിൽ അങ്ങ് അറ്റം വരെ ഇനി നമുക്ക് ഈ റിബൺ ജസ്റ്റ് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ഈസി ഹെയർ ബാൻഡ് ഇവിടെ റെഡിയാണ്. ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്, കുറച്ച് ഐറ്റംസ് മതി. ഞാനിവിടെ പറഞ്ഞ പാറ്റേൺ ഇതാണ് ടൈറ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.